അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ നമ്മളെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കോളിഫ്ലവർ മസാലയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കോളിഫ്ലവർ മസാല നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ട എന്തൊക്കെയാണ് സാധനങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമുക്ക് താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ബെല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ട് ഇതുപോലെ കോളിഫ്ലവർ, ഇത് ചെറിയ കോളിഫ്ലവർ ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത് കേട്ടോ. വലുതാണെങ്കിൽ 1 മതി. പിന്നെ നമ്മളെ ഇഷ്ടത്തിന് അളവിനനുസരിച്ച് കോളിഫ്ലവർ എടുക്കാം. അപ്പോൾ അതൊന്ന് ഇങ്ങനെ അടർത്തിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നല്ലൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഞാൻ ഇത് നല്ലൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ വെക്കുന്നത് എന്തിനാ വെച്ചാൽ ഇതിൽ വിഷാംശങ്ങളോ പുഴുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നല്ല കഴുകി വാരിയെടുത്തിട്ടുണ്ട്. ആ വെള്ളമൊക്കെ നല്ല ഒഴിച്ചതിന് ശേഷം വേറെ നല്ല വെള്ളം ഒഴിച്ചിട്ട് കഴുകി വാരിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കടലപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേറെ കളറുകളും മസാലപ്പൊടികളൊന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ കുറച്ചൊന്ന് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഈ കടലപ്പൊടിയും ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മൾ ഈ കോളിഫ്ലവർ ഉണ്ടല്ലോ അതിൽ ഒന്ന് കുഴച്ച് വെക്കാം. ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് ഇത് ഇങ്ങനെ വെക്കാം. ഈ കടലപ്പൊടിയിൽ കുഴച്ചിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഈ കടലമാവ് ഈ കോളിഫ്ലവറിൽ നല്ലോണം തേച്ച് എല്ലായിടത്തും ഒന്ന് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇതപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ വെളിച്ചെണ്ണയിൽ ഒന്ന് പൊരിച്ച് കോരണം. അപ്പം ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഈ കോളിഫ്ലവർ നല്ലൊന്ന് പൊരിച്ച് വറുത്ത് പോരാം. അപ്പോൾ നമ്മളിതിൽ കളറ് മസാല ഒന്നും ചേർത്താത്തതുകൊണ്ട് നമ്മൾ ഇത് വറുത്താൽ നമുക്ക് ഇതിൻ്റെ കളറ് ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. കുറച്ചൊരു ബ്രൗൺ കളറായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കി എല്ലാ കോളിഫ്ലവറും ഇതേപോലെ തന്നെ ഞാൻ ഒന്ന് വറുത്ത് പോരട്ടെ. ഞാൻ എല്ലാ കോളിഫ്ലവറും വറുത്ത് പോരുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് ഞാനിതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കോളിഫ്ലവർ. നമ്മൾ ആ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകിട്ട് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂണോളം കടുക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കടുകിട്ട് കൊടുത്ത് ആ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ ഇതിലേക്ക് ആ കറിവേപ്പില ഉഴുന്ന് പരിപ്പൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് കറിവേപ്പിലയും ഇഞ്ചി ചതച്ചതും ഉഴുന്നൊക്കെ ഒന്ന് നല്ലൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ സവാള കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ട് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ട് ഒരു സവാള ഇതിലിട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് ഈ സവാള ഒന്ന് വഴന്ന് വരണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാളൊക്കെ ഒന്ന് വേഗം വഴന്ന് കിട്ടുമല്ലോ, ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ട് നടുവെ കീറിയിട്ടാണ് ഇട്ട് കൊടുത്തത്. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കണം. ഈ സവാളൊക്കെ നല്ലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കണം. ചെറുതാക്കി കട്ട് ചെയ്ത തക്കാളിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. ഈ തക്കാളി ഉള്ളിയൊക്കെ നല്ല ഒന്ന് വഴന്ന് തക്കാളിയൊക്കെ ഒരു കുഴമ്പ് രൂപത്തിൽ നല്ല ഉടങ്ങി വരട്ടെ. ഞാൻ അടച്ച് വെച്ച് വേവിച്ചതാണ്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് ഈ മസാലപ്പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മതി. പിന്നെ അതേപോലെ നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കുക. എരിവിൻ്റെ അവനവൻ്റെ എരിവിനനുസരിച്ച് കുരുമുളകും മുളക് പൊടിയൊക്കെ കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മസാലപ്പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് കോരി വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ അപ്പോൾ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യുക. ഈ കോളിഫ്ലവർ മസാലയിൽ നല്ലൊന്ന് പിടിച്ച് തീരെ എല്ലാ ഭാഗത്തൊക്കെ എത്തുന്ന മാതിരി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോയാ സോസും കൂടെ ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് സോയാ സോസ് ഇതിലേക്ക് ഒഴിക്കേണ്ട. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കുറച്ച്. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ പിന്നെ കോളിഫ്ലവർ മസാല. ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, പിന്നെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാവരും റെഡിയാക്കി നോക്കുക. പിന്നെ അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മിസ്സാവാതെ കിട്ടുന്നതാണ്. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.